ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എങ്ങനെ ആണ് നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതായത് പാസ്റ്റിൽ അവർ കണ്ടിരുന്നത് പോലെ തന്നെയാണോ ഇപ്പോഴും അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് പാസ്റ്റിൽ അവർ നിങ്ങളെ കണ്ടിരുന്നത് പോലെ തന്നെയാണോ ഇപ്പോഴും അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. 4 of Pentacles, the Fool card, Ace of Cups, Knight of Cups, Page of Pentacles, Eight of Cups, Queen of Cups, Ten of Cups, Six of Cups, the Moon card, Knight of Pentacles, 5 of Pentacles റിവേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 of Swords ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നോക്കി കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 4 of പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് പാസ്റ്റിൽ അവർ നിങ്ങളെ ഇമോഷണലായിട്ട് വളരെ ഒരു കെയർ ചെയ്തിരുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ സംരക്ഷിച്ചിരുന്ന ഒരാളായിട്ടാണ് കണ്ടിരുന്നത്. നിങ്ങളെ എളുപ്പത്തിൽ നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറക്കാത്ത ഫീലിങ്സുകൾ ഒളിപ്പിക്കുന്ന ഒരു സെൽഫ് പ്രൊട്ടക്റ്റീവായിട്ട് നേച്ചറുള്ള ആളായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു അൺകോൺഷ്യസ്നെസ്, അവർക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു പേടി പോലും അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഫുള്ളി ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഫുൾ കാർഡ് വന്നതോടെ ഇവിടെ എല്ലാം മാറാൻ തുടങ്ങി. ഇപ്പോൾ അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ഫ്രഷ് എനർജി അല്ലെങ്കിൽ ഒരു ഇന്നസെൻസ്, ഒരു എന്താ പറയുക, ഒരു ഫ്രീ സ്പിരിറ്റ് ക്വാളിറ്റി ഇവരിപ്പോൾ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ പാസ്റ്റിലെ സീരിയസ് അല്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അൺറീച്ചബിൾ എന്ന് കരുതിയിരുന്ന ഒരാൾ ഇപ്പോൾ അവരുടെ ഹൃദയം പ്യുവർ ആണ് ആയ ഒരാളായിട്ട് ഇവർ ഈ ഒരു സമയത്ത് കാണുന്നു എന്നുള്ള. അപ്പൊ നിങ്ങളോടൊപ്പം ഒരു പുതിയ ഒരു തുടക്കം പോസിബിൾ ആണോ എന്ന് പോലും അവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ ഒക്കെ ഇവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നത് ഒത്തിരി തെറ്റായ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കിയിട്ടിരുന്നത് എന്ന് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ ആയിട്ടുള്ള സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ പ്രതികരിക്കും, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അവരെ ചേസ് ചെയ്ത് അവരുടെ പുറകെ ചെല്ലുമായിരിക്കും എന്നൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയ സമയത്ത് അവർക്ക് കുറച്ച് ഓരോരുത്തർക്കും ഓരോ റിലേഷൻഷിപ്പിനും വ്യത്യസ്തങ്ങളായ ചിന്താഗതിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവർ ചിന്തിച്ച കുറെ കാര്യങ്ങൾ അവർ ഇമാജിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയായിരിക്കും പ്രതികരണം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് നിങ്ങളൊരു പ്യുവർ ഹാർട്ടഡ് ആയ ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഏസ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുള്ള ഈ രണ്ട് കോമ്പിനേഷൻ വളരെ ഇമോഷണൽ ആണ്. ഇപ്പോൾ അവര് നിങ്ങളെ ഒരു ലവബിൾ, ഇമോഷണലി ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതുപോലെ കെയറിങ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സപ്രസ് ചെയ്തിരിക്കുകയാണ് ഒരു ഫീലിങ്സ്. ആ ഒരു സപ്രസ് ചെയ്തിരിക്കുന്ന ഫീലിങ്സ് ഒക്കെ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം
നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങൾ ഇവരുടെ മൈൻഡിൽ റൊമാൻറ്റിക് എനർജി ട്രിഗർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഹാർട്ട് സോഫ്റ്റ് ആവുന്ന എനർജി ഇവർക്ക് കിട്ടുന്നുണ്ട്. പാസ്റ്റിൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത് ഇമോഷണൽ അറ്റാച്ച്മെന്റിലേക്ക് ഡീപ്പൺ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഒരു തമാശ എന്ന രീതിയിലൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ ഒരു സാധാ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ മാത്രമായിരുന്നു ഇത് പോരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും കൂടി ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തമ്മിൽ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് ഇപ്പോൾ അവർ നിങ്ങളെ ലോങ് ടൈം വാല്യുബിൾ ഉള്ള ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത്. മുൻപ് ക്യൂരിയോസിറ്റി ലെവലിൽ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ ഇപ്പോൾ സീരിയസ് ആയി ഇവാബുലേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ടെമ്പററി എന്ന് അവരിനി ഒരിക്കലും കാണില്ല. നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലോയൽറ്റി ഉള്ള സിൻസിയറിറ്റി ഉള്ള ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കാണാനായിട്ടാണ് അവരിനി മുതൽ ആ ഒരു മാറ്റം അവരിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കിവിടെ 8 ഓഫ് കപ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഇവർ ഇമോഷണലി ഡിസ്റ്റൻസ് ആകാൻ ശ്രമിച്ചിരുന്നു. ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നായിരിക്കാം ഈ ഒരു സൈലൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. പാസ്റ്റിൽ അവർ നിങ്ങളിൽ നിന്ന് മെന്റലി വോക്ക് അവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. കാരണം ഫീലിങ്സ് വളരെ ഇന്റൻസ് ആയതുകൊണ്ടോ കൺഫ്യൂഷൻ കൊണ്ടോ അവർ എസ്കേപ്പ് മോഡിലേക്ക് പോയിരുന്നു. എന്നാൽ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യാനായിട്ടും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. വളരെ പവർഫുൾ ആണ് ഇവിടെ ഈ ഒരു കാർഡ്. ഇപ്പോൾ അവര് നിങ്ങളെ ഡീപ്ലി ഇമോഷണലി ഒരു പ്യുവർ ഹാർട്ടഡ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളിൽ ഒരു ന്യൂട്രിയൻ എനർജി ഇവർ കാണുന്നു. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി നിലനിർത്താൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ആളെ ഹേർട്ട് ചെയ്യരുത് എന്നൊരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് പോലും ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പാസ്റ്റിൽ അവർ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിലും ഉപരി ഇപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ വാല്യൂ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുക. അത് തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയ കാർഡുകളിൽ നിന്നൊക്കെ നമുക്ക് അതാണ് വെച്ചാൽ അവര് ഏത് കോലുകൊണ്ടാണോ നിങ്ങളെ അളന്നിരുന്നത് അതല്ല എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ 10 ഓഫ് കപ്സും അതുപോലെ 6 ഓഫ് കപ്സും ഇതൊരു കോമ്പിനേഷൻ സോൾമേറ്റ് ടൈപ്പ് ഇമോഷണൽ നൊസ്റ്റാൾജിക് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നിങ്ങളെ അവർ കംഫോർട്ടായിട്ട് ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ പീസ് എന്നൊക്കെ ഈ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒത്തിരി കംഫോർട്ട് തോന്നിയിട്ടുണ്ടാവാം, ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഇമോഷണൽ പീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് തനിയെ വരും എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ പാസ്റ്റിലെ മെമ്മറീസ് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു ഇമോഷണൽ ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കണ്ടാല് ശരിക്കും ഒരു ഫാമിലി ഫീലിങ്സ്, ഒരു ഫാമിലിയെ കാണുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ഒരു ഹോം ലൈക്ക് കംഫോർട്ട് എന്നൊക്കെ പറയില്ലേ, വീട്ടിലെത്തുന്ന പോലെയുള്ള ഒരു സന്തോഷം. വീട്ടിലേക്ക് തിരികെ എത്തിക്കുമ്പോൾ നമുക്കൊരു കുറേ യാത്രയൊക്കെ പോയിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുറിയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, സമാധാനം, അതൊക്കെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇവർക്ക് തോന്നുന്നത്. അപ്പൊ ഡെസ്റ്റിനി കണക്ഷൻ പോലെയുള്ള ആ ഒരു തോട്ട്സ് വരെ ഇവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു മൂൺ കാർഡ് കാണുന്നത് അവരിപ്പോഴും കംപ്ലീറ്റ്ലി ഒരു ക്ലിയർ അല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഡീപ്പ് ഇമോഷൻസ് ഉണ്ടെങ്കിലും കുറച്ച് പേടി, കുറച്ച് കൺഫ്യൂഷൻസ്, ഓവർ തിങ്കിങ് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെയിം ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ടോ എന്ന് അവര് സംശയിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി ഇവരെ ഹേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം തുറന്നു പറയാതെ സൈലന്റ് ആയിട്ട് മാറിയെന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരു മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, മൂൺ കാർഡിന് ശേഷം നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഇപ്പോൾ അവർ നിങ്ങളെ സീരിയസ് ആയി കാണുന്നുവെങ്കിലും ഒരു സ്ലോ അപ്രോച്ച് ആണ് എടുക്കുന്നത്. പതിയെ നിങ്ങളിലേക്ക് വന്നാൽ മതി എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കൺസിസ്റ്റൻസി ഉള്ള ഫീലിങ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്ന ഫീലിങ്സ്. അവർ ഒരു റഷ് ചെയ്യാതെ സിറ്റുവേഷൻ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാനായിട്ട് ഇനി ഇത് അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊരു കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരണ്ട എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ലോയിൽ പോകാം എന്ന് ഇവർ ചിന്തിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണിത്. പാസ്റ്റില് ഇവർക്ക് ഇമോഷണൽ ഡിസ്റ്റൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവര് റീകണക്ട് ചെയ്യാനായിട്ട് മെന്റലി ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കംപ്ലീറ്റ്ലി ലൂസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് വീണ്ടും ഇമോഷണൽ ക്ലോഷർ ഉണ്ടാക്കി എടുക്കണം
എന്ന് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇമോഷണലി നിങ്ങളിലേക്ക് അടുക്കണം എന്ന് അവർക്കൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഡിസയറും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അവസാനമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 6 ഓഫ് സോഴ്സിന്റെ ഒരു കാർഡാണ്. അവരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹീലിംഗ് ഫേസിലേക്കാണ് മൂവ് ഓൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റിൽ കുറച്ച് പെയിൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഇതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ശരിക്കുമുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ്. ആ പഴയ ഒരു കാര്യങ്ങളെല്ലാം ചിന്താഗതികളെല്ലാം മാറ്റി ഇനി അവർ ആ ഒരു രീതിയിൽ ഒരിക്കലും നിങ്ങളെ കാണുന്നില്ല. മുൻപ് അവർക്ക് കുറെ മിസ്റ്ററീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളെ അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി നിർത്താനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇമോഷണൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഹേർട്ട് ടച്ചിങ് കണക്ഷൻ ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഇവർ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു റീഡിങ് പറയുന്നത് പാസ്റ്റിൽ അവർ നിങ്ങളെ ഒരു ഗാർഡഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ വരാം, ഞാനൊരു പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കണം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട്, ഒരു കൺഫ്യൂസിങ് എനർജി നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതുപോലെ ഒരിക്കലും വായിക്കാൻ പറ്റാത്തൊരു പേഴ്സൺ, മനസ്സിലാക്കാൻ പറ്റാത്തൊരു പേഴ്സൺ ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളെ ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു ജെനുവിൻ കംഫർട്ടബിൾ ലോങ് ടൈം പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ഫീലിങ്സ് വളരെ ഡീപ്പായിട്ടുണ്ട്. പക്ഷെ ഫിയറും അൺസർട്ടനിറ്റിയും കാരണം അവരിപ്പോഴും എല്ലാം തുറന്നു പറയാതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫേസിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കുന്ന ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു കാർഡ് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാതെ കാമായിട്ട് നിങ്ങളുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തിക്ക് ഫീലിങ്സ് ഇല്ല എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഫീലിങ്സ് വളരെ ഡീപ്പാണ്. പക്ഷെ ദ മൂൺ കാർഡും അതുപോലെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കാരണം അവർ വളരെ സ്ലോ ആണ്. അപ്പോൾ ഓവർ തിങ്കിങ് നേച്ചറിലേക്കൊക്കെയാണ് അവർ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചേസ് ചെയ്യുകയോ റിപ്പീറ്റഡ് ആയിട്ട് പ്രഷർ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 4 ഓഫ് പെന്റക്കിൾസ് എനർജി വീണ്ടും ആക്ടിവേറ്റ് ആകാം. അതായത് അവർ വീണ്ടും ഇമോഷണലി ക്ലോസ് ആയി ആകാനായിട്ടുള്ളൊരു ചാൻസസ് ഉണ്ട്. അതിന് ഇപ്പോൾ ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എനർജി നിങ്ങൾക്കാണ് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷണലി മച്യൂർ ആയിട്ട് ഇരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. റിയാക്റ്റീവ് ആകരുത് ഒരിക്കലും. പിന്നെ സൈലന്റ് സഫറിങ് മോഡിലേക്കും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സെൽഫ് വർത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്റ്റൻസിൽ പോകണം എന്നല്ല കാർഡുകൾ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് മെസ്സേജ് ഇല്ല, എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ആൻസൈറ്റി എനർജി കുറയ്ക്കണം. അവർ നിങ്ങളെ ഓൾറെഡി ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതിനാൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. പിന്നെ 6 ഓഫ് കപ്സ് അതുപോലെ 10 ഓഫ് കപ്സ് പറയുന്നത് കണക്ഷൻസ് ഒരു ബാലൻസിൽ ലൈവായിട്ട് നടത്താനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ് ആയിട്ടുള്ള ആക്ഷൻസ് ആവശ്യമില്ല. ഫോഴ്സ്ഫുള്ളി ആക്ഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. സംടൈംസ് കാമായിട്ട് പ്രസൻസോടുകൂടി ആ ഒരു സന്തോഷത്തോടുകൂടി അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 6 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡിൽ ഒരു ഹീലിംഗ് ട്രാൻസിഷൻ അതാണ് കാണിക്കുന്നത്. അതിന് പഴയ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഡിസപ്പോയിൻമെന്റ്, ഹേർട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കണ്ടിന്യൂസ്ലി ഒരു മാറ്റിക്കളയുക. കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഒന്നും ചോദിക്കാതെ മൂവ് ഫോർവേഡ് എന്നൊരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകുക. അതിന്റെ വാലയെ പിടിച്ചൊരിക്കലും നിൽക്കരുത് എന്നുള്ളതാണ്. അതൊക്കെ വിട്ടു വന്നിട്ട് പുതിയതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ പാസ്റ്റിലെ വേദന വിഷമമൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റൊട്ടീൻസ്, ഗോൾസ്, സെൽഫ് കെയർ ഇതിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇമോഷണലി ഒരിക്കലും ഡിപ്പെൻഡന്റ് ആകരുത്. പേഷ്യൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ ഒരു റീഡിങ്ങിൽ ഒരു
ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുന്നില്ല. അവർ നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ കണക്ഷൻ ഒരു നാച്ചുറലി അൺഫോൾഡ് ആകാനായിട്ട് കുറച്ച് സ്പേസ് വേണം, അവിടെ ഒരു സമയം വേണം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമല്ല, നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മാർച്ച് മന്താണ്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ ഒരു മാറ്റത്തിന്റെ സൈനാണ്, അതൊക്കെ ഇവിടെ കാണുന്നുണ്ടാവാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. പർപ്പിൾ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ്, 1988. അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ, ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ, സിംഗിങ്, നമ്പർ 51, 1995, ഇടുക്കി ജില്ല, പാലക്കാട് ജില്ല കിട്ടുന്നുണ്ട്. നമ്പർ 25, എറണാകുളം ജില്ല, നമ്പർ 23, 1979, നമ്പർ 22, എബ്രോഡ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 49, 1987, നമ്പർ 5, ലെറ്റർ ജെ, 1996, ബ്ലൂ കളർ, 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 31, ഫിസിക്കൽ ഫിറ്റ്നസ്, കൊല്ലം ജില്ല, ഹോണസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ചാൾഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക്ക് പരമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.